സ്വാഗതം. വെരി ഗുഡ് മോർണിംഗ്. ഹാവ് എ നൈസ് ഡേ. ഇന്നത്തെ ഡിവൈൻ മെസ്സേജിൽ ഇന്നിപ്പോൾ എടുക്കാൻ പോണ ഒരു 3 കാർഡ് സ്പ്രെഡാണ്. അതായത് ഒരു ആളുടെ കറണ്ട് എനർജി, അതാണ് ഫസ്റ്റ് കാർഡ്. നോക്കുമ്പോൾ പേജ് ഓഫ് പെൻറ്റക്കിൾസാണ്. അതായത് ഒരു യുവത്വത്തിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. അതായത് ഒരു സാമ്പത്തികമായിട്ടുള്ള ഒരു പുതിയ സംരംഭം തുടങ്ങാൻ പോകുന്നു. നേരത്തെ ഹാർഡ് വർക്ക് ചെയ്തിട്ട് അയാൾക്ക് ശീലമുണ്ട്, അംബീഷ്യസ് ആണ്, സർഗാത്മകമായ കഴിവുള്ളതാണ്. അപ്പോൾ തൻ്റെ പാഷൻ്റെ ലോകത്ത് റിസ്ക് എടുത്തിട്ട് ഒരു പുതിയ സംരംഭം തുടങ്ങാൻ, സാമ്പത്തികമായിട്ട് ഒരു പുതിയ സംരംഭം തുടങ്ങാനായിട്ട് ഒരുങ്ങുന്നു എന്നുള്ള കാർഡാണ്. അപ്പോൾ അടുത്ത കാർഡ് വന്നിരിക്കുന്നത് 6 ഓഫ് വാൻഡ്സ് ആണ്. തീർച്ചയായിട്ടും ആ ഒരു സംരംഭത്തിൽ, അതിപ്പോൾ ഒരു കരിയറാവാം അല്ലെങ്കിൽ സംരംഭമാവാം, എന്തായാലും അതിൽ ആ വെല്ലുവിളിയെ കഠിന പരിശ്രമം കൊണ്ട്, തൻ്റെ പാഷൻ കൊണ്ടും തൻ്റെ സർഗാത്മകമായ കഴിവിലൂടെയും ആ വെല്ലുവിളികളിൽ കഠിന പരിശ്രമം കൊണ്ട് നേരിട്ട് വിജയിച്ചു വന്ന ഒരാളാണ് ഇവിടെ കാണുന്നത്. സക്സസ് ആണ്. 6 ഓഫ് വാൻഡ്സ് പറഞ്ഞാൽ സക്സസ് ആയിട്ട് വരുന്ന ഒരാളാണ്. അപ്പോൾ കുറച്ച് ഈഗോ ഉള്ള ആളാണ്. പക്ഷേ അതിനുള്ള അടുത്ത ഗൈഡൻസ് നോക്കുമ്പോൾ മൂന്നാമത്തെ കാർഡ് വീൽ ഓഫ് ഫോർച്യൂണാണ്. വീൽ ഓഫ് ഫോർച്യൂൺ എന്ന് പറഞ്ഞാൽ ഭാഗ്യചക്രം എന്ന് പറയും. അതായത് വലിയൊരു മാറ്റത്തെ അല്ലെങ്കിൽ വലിയൊരു അവസരങ്ങൾ നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഈ വീൽ ഓഫ് ഫോർച്യൂൺ പറയുന്നത്. അപ്പോൾ ഇവിടെ എന്ത് മാറ്റങ്ങളാണ്? മാറ്റങ്ങൾ വരുമ്പോൾ നമ്മൾ സ്വീകരിക്കേണ്ടത് എന്താണ്? ഇത് ഭാഗ്യചക്രം ആയതുകൊണ്ട് അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടാവും. അതായത് ഇപ്പോൾ നമുക്ക് സക്സസ്സും നമുക്ക് അച്ചീവ്മെൻ്റൊക്കെ ഉണ്ടായാം, പക്ഷേ നാളെ അത് അങ്ങനെ ആയിക്കൊള്ളണമെന്നില്ല. കാരണം ഇവിടെ ഭാഗ്യചക്രമായതുകൊണ്ട് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു കാർഡാണ്. മാറ്റങ്ങളും അവസരങ്ങളും വരുന്നു എന്നാണ് ഈ കാർഡ് സൂചിപ്പിക്കണേ. അപ്പോൾ നമ്മൾ വളരെയധികം ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട സമയമാണ് ഇപ്പോൾ. മാത്രമല്ല, ഇത് അവിവാഹിതരാണെങ്കിൽ പുതിയ ഒരു ബന്ധം വരുന്നു എന്നുള്ളതും ഈ കാർഡ് സൂചിപ്പിക്കുന്നു. അപ്പോൾ മാറ്റങ്ങളെയും അവസരങ്ങളെയും ശ്രദ്ധയോടെ കാണുക എന്നുള്ളതാണ് ഈ വീൽ ഓഫ് ഫോർച്യൂൺ എന്ന് പറഞ്ഞത്. അതായത് നമുക്ക് നല്ല സമയമാകുമ്പോൾ നമുക്കെല്ലാം പോസിറ്റീവായിട്ട് വരും, അല്ലെങ്കിൽ മറിച്ചാവും എന്നുള്ളതാണ്. കാരണം ഇത് ഭാഗ്യചക്രമാണല്ലോ, പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല, അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടാവും. അതുകൊണ്ട് മാറ്റങ്ങളെ, അവസരങ്ങളെ ശ്രദ്ധയോടുകൂടി കാണുക. വിവാഹിതരാണെങ്കിൽ പുതിയ ഒരു ബന്ധം വരുന്നു എന്നുള്ളൊരു അർത്ഥം കൂടി ഈ കാർഡിനുണ്ട്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ഇത് നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യുകയാണെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ. താങ്ക് യു.